ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബുള്ളറ്റ് സോണിൻ്റെ മുന്നിലാണ്. അതായത് ഷിജിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ. പല വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂർ ചെക്കാല ഭാഗത്താണ്. അപ്പോൾ അതെ ജസ്റ്റ് ഇതാണ് മെയിൻ റോഡ് തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓപ്പോസിറ്റ് കണ്ട നമുക്ക് എന്താ പറയുക വാഹന പുക പരിശോധന കേന്ദ്രം കാണാൻ സാധിക്കും. ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ചെറിയങ്കിഴോട്ടാണ്. അതുപോലെ തന്നെ ഈ റോഡ് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ കടയ്ക്കാവൂരോട്ടാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനാണ് നമുക്ക് ഈ ഒരു ബുള്ളറ്റ് സോൺ വർക്ക്ഷോപ്പ് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ഈ ഒരു വാഹന പുക പരിശോധന കേന്ദ്രത്തിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് ആണെന്നുള്ള രീതിക്കാണ്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബുള്ളറ്റ് മാത്രമേ കാണാനുള്ളൂ. കാരണം ബുള്ളറ്റ് മാത്രമേ ഇവിടെ പണിയത്തുള്ളൂ. അപ്പോൾ വരൂ. അപ്പോൾ നമ്മുടെ ഷിജിന് ഇവിടെ നിൽപ്പുണ്ട്. ഹലോ. ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കുറേ നാളായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു വർക്ക്ഷോപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കതങ്ങ് അല്ലേ ആ ഒരു ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പരിചയപ്പെടുത്തൂ, ആരൊക്കെയാണ് കൂടെ ഉള്ളത്? നമ്മൾ മൊത്തം 3 പേരാണുള്ളത് അതിനോട്. ഇത് മനുവണ്ണനാണ്, വർക്കലയാണ് സ്വദേശം. മനുവണ്ണൻ കുറച്ച് നാളായിട്ട് ഇവിടെ തന്നെയാണ് അല്ലേ? 8-9 മാസത്തിൽ കൂടുതലായി. അതെ, എനിക്ക് തോന്നുന്നു പഴയ ബുള്ളറ്റുകളുടെ അല്ലേ ഒരു രാജാവാണ്. ഓക്കെ, പുള്ളി എല്ലാം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി വണ്ടി ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇത് ആ കംപ്ലൈന്റ് ആണ് ഈ കംപ്ലൈന്റ് ആണെന്ന് കറക്റ്റ് എന്നാൽ അതുപോലെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വർഷം കൊണ്ട് ഈ ഫീൽഡിലാണ്. അതാണ്, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ അതെ മറ്റൊരാളെന്ന് പറയണത് പറയൂ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ. മോനു ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങിയ കാലം പോലെ എൻ്റെ കൂടെ ഉണ്ടാവും. പണി പഠിക്കാൻ വന്നതാണ്, പോയില്ല ഇവിടെ തന്നെ. ഇപ്പൊ മേശരിയായ ഇപ്പൊ ഒരു പകുതി മുക്കാൽ മേശരിയായി. ഓക്കെ, ഈ മോനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഞാൻ ഷിജിൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് മോനുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഷിജിനില്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് ചെയിൻ ലൂബ് ചെയ്ത് തന്നത് മോനുമാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു ഇത് എത്ര രൂപയായി? അപ്പോൾ പറയാണ് അതെനിക്കറിയത്തില്ല, അണ്ണെടുത്ത് വെച്ചാൽ അറിയത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഷിജിനെ വിളിക്കുന്നത് ആ സമയത്ത്. അന്ന് മുതലാണ് ആക്ച്വലി മോനെ ഞാൻ കാണുന്നത്. വണ്ടി ഓടിക്കാറുണ്ട് അതല്ലേ? അന്ന് വണ്ടി ഇപ്പൊ ഓടിക്കും. അതാണ് ഇപ്പൊ എന്തായാലും അത്യാവശ്യം പണിയുന്നുണ്ടല്ലേ? വണ്ടിയൊക്കെ നല്ല രീതിക്ക് പണിയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എന്താണ് വിശേഷം പറയൂ. വിശേഷം ഇപ്പൊ നമ്മൾ കുറച്ചായിട്ട് വീഡിയോ ഇടുന്നില്ല. കുറച്ച് വണ്ടികൾ അധികം പണിതു, പക്ഷെ വീഡിയോ എടുക്കാനുള്ള ചാൻസ് കിട്ടിയില്ല. നമുക്ക് ലാസ്റ്റ് ഒരു ചവറയെന്ന് ഒരു വണ്ടി വന്ന് നല്ല വൈറ്റ് കളർ ആയിരുന്നു. അത് എടുക്കാൻ പറ്റില്ല. അത് മഴയത്ത് തന്നെ കസ്റ്റമർ വന്ന് കൊണ്ടുപോയി. പിറ്റേ ദിവസം കൊടുക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ചാനലിൽ എനിക്ക് ഒരു വൈറ്റ് കളർ ഇട്ടിട്ടില്ല അല്ലേ? എന്തെങ്കിലും വരണേ നമുക്ക് കാണിക്കാം. അതെ, നല്ല രസമായിരുന്നു. എനിക്ക് ആ ഫോട്ടോ അയച്ചത് നല്ല രസമായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നു അറിയുന്നതിന് മുമ്പേ നമ്മുടെ അനീഷ് ബ്രോയുടെ വണ്ടി എന്തായി? അനീഷ് ചേട്ടന്റെ വണ്ടി ഇതായിരിക്കുന്നു. എവിടെ? ഈ റെഡ് അല്ലേ? റെഡ് വണ്ടിയാണ്. ഓക്കെ. ഇതിനിപ്പോ ഇതിന്റെ വീല് രണ്ടും ഇതിന്റെതല്ല, വേറെ വണ്ടിയിൽ എടുത്തിട്ടേക്കണതാണ്. കോട്ടം പിടിക്കാനായിട്ട് കൊടുത്തേക്കാണ്. അതേപോലെ ഹെഡും സിലിണ്ടറും നമ്മൾ ലാസ്റ്റ് പണി എടുത്തിട്ട് പെയിന്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ബാക്കി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞില്ല. ഇത് മൊത്തം കയ്യിലെ ഓയിലും ഗ്രീസും ഒക്കെയാണ്. അപ്പൊ ഇത് ഇപ്പൊ കണ്ട അതിന്റെ ഭംഗി അറിയത്തില്ല. വർക്ക് കഴിഞ്ഞാലേ നമ്മുടെ കയ്യിലെ ഗ്രീസ് ഓയിലും എല്ലാം ഫുൾ ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോ അതൊരു രജിസ്ട്രേഷൻ വണ്ടി. ഇതിപ്പോ എന്താ ചെയ്യുക? ഇതിപ്പോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൊളിക്കുന്നതാണ്. പൊളിക്കുന്നേ ഉള്ളൂ. ഓരോന്നിട്ടല്ലേ ഓരോ നട്ട് ആൻഡ് ബോൾട്ട് ആയിട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇതിന്റെ വർക്ക്. ഇത് എവിടുത്തെ വണ്ടിയാ? ഇത് പ്രവാറത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് പിന്നെ ഇത് നമുക്ക് തമ്പാനൂരിൽ നിന്ന് വന്നതാണ് എഞ്ചിൻ വർക്കിന് വേണ്ടിയിട്ട്. എഞ്ചിൻ വർക്ക്. ഓക്കെ, ഇതിപ്പം കുറച്ച് ദിവസമായി ലേറ്റിൽ നിന്ന് കിട്ടാറായി. ഒരാഴ്ചക്കത്തെ വണ്ടി കൊടുക്കും. ഇത് നമുക്ക് ആക്സിഡന്റ് വർക്കിന് വന്നതാണ്. പുതിയ വണ്ടിയല്ലേ? പുതിയ വണ്ടിയാണ്. ഫ്രണ്ട് എല്ലാം ഇടിച്ച് ഒടിഞ്ഞു പോയി. ചേസൊക്കെ ബെൻഡാണ്. ഉടനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ ആക്സിഡന്റ് വണ്ടികളും ചെയ്യാറുണ്ട്. രജിസ്ട്രേഷൻ അല്ലാണ്ട് ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവർക്കും ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് രജിസ്ട്രേഷൻ. ഇത് 67 മോഡൽ വണ്ടിയാണ്. ഏറ്റവും പഴയത്. നമ്മുടെ ചാനൽ ഇതുവരെ അത്രയും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ 74, 75 ഒക്കെ ഉള്ളൂ. G2 വണ്ടിയാണ്. അപ്പോൾ ഇത് കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നാണ്. നമ്മുടെ ഫ്രണ്ട് വണ്ടി മേടിച്ചു, അവിടെ ഇരുന്ന വണ്ടിയാണ്. ടൈമുണ്ട്, ഇനിയിപ്പോൾ പതുക്കെ ചെയ്യത്തുള്ളൂ. വണ്ടി ഒന്നും ഇളക്കിയൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഫസ്റ്റ് ആദ്യം മുതലുള്ള വീഡിയോ കണ്ടിട്ട് ഷാജിബാൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, വർക്കലയുള്ള. പുള്ളി ഞാൻ നല്ല കോൺടാക്ട് ചെയ്യുന്ന നല്ല മനുഷ്യനാണ്. പുള്ളി സെക്കൻഡ്സ് എടുത്തതാണ് വണ്ടി. അപ്പോൾ എഞ്ചിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഏൽപ്പിച്ചു വർക്ക് ചെയ്യാൻ പറഞ്ഞു. എഞ്ചിൻ മാത്രം ചെയ്യും. എൻ്റെ അടുത്ത് ശരിക്കും ഫുള്ളി പെയിന്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നല്ല കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ നിങ്ങൾ പൈസ കളയണ്ട, ഇത് പെയിന്റ് ഓക്കെ ആണ്. അതെ, അത്രേ ഉള്ളൂ. പോളിഷ് ചെയ്തെടുത്താൽ മതി. അതെ, അങ്ങനെ. അതുപോലെ ഇത് നമുക്ക് വിഴിഞ്ഞ സൈഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എഞ്ചിൻ പണിയാനായിട്ട്. അപ്പോൾ ക്രാങ്ക് എല്ലാം പോയി. നമ്മൾ ലേത്തിൽ കൊണ്ടുപോയി ക്രാങ്ക് വിട്ട് സിലിണ്ടർ എല്ലാം പണിതു. ക്രാങ്ക് കേസ് ഇരിപ്പുണ്ട്, പാർട്സ് എല്ലാം ഉണ്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ,
ഇത് എഞ്ചിൻ പണി ഫുൾ എഞ്ചിൻ പണി മാത്രമേ ഉള്ളൂ. ഇതാണ് ക്രാങ്ക് അല്ലേ? ഇതാണ് ക്രാങ്ക്. ഇത് ഹെഡ്, ഇത് സിലിണ്ടർ, ഇത് ക്രാങ്ക് കേസ്. ഇനിയിപ്പോ ഇതിന്റെ അകത്തുള്ള ഇതൊക്കെ ക്രാങ്ക് കേസിന്റെ ബെയറിങ്ങുകളാണ്. ഇനിയിപ്പോ ഇതെല്ലാം മാറും. ഓക്കെ. ഓ എല്ലാം മാറും. എല്ലാം മാറാനായിട്ട് ബെയറിംഗ് കിറ്റ് മേടിച്ചു വെച്ചു. ഓക്കെ ഓക്കെ. നമ്മൾ ഒറിജിനൽ പാർട്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എല്ലാം ജെനുവിൻ റോയൽ എൻഫീൽഡ് പാർട്സ് മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും റീസ്റ്റോർ? ഇത് ഫുൾ റീസ്റ്റോറേഷൻ അല്ല. ഇത് നമുക്ക് ജസ്റ്റ് ബോഡി മാത്രം പെയിന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. നിർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് മഡ്ഗാർഡും 2 ടൂൾ ബോക്സ്, കവറുകൾ, ടാങ്കും എല്ലാം അഴിച്ചിട്ട് അങ്ങനെ. മനസ്സിലായി. ഇപ്പൊ വർക്ക് എല്ലാം കഴിഞ്ഞു. റിയർ മഡ്ഗാർഡ് കിട്ടാനില്ല. എല്ലായിടത്തും തിരക്കി. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതും ഫുൾ റീസ്റ്റോറേഷൻ ആണ്. ഇതിന്റെ വീലും ഇതിന്റെ അതല്ല. ഇതിൽ അലോയ് വീൽസ് ആണ് ഇടുന്നത്. അതാണ് ഈ ഇരിക്കുന്ന ബോക്സിൽ. അപ്പൊ അതിന് കുറച്ച് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ്. അടുത്ത ആഴ്ച എന്തായാലും ഇറങ്ങും. നമുക്ക് വീഡിയോ ഇടാം. 500 ആണ് വണ്ടി. പഴയ വണ്ടി, പഴയ മോഡൽ 500 അല്ലേ? അതുപോലെ ഇത് റീസ്റ്റോറേഷൻ. ഈ കളറാണ് വണ്ടി. കോഫി ബ്രൗൺ. ഇതാണ് കളർ. ഇപ്പൊ അതിന്റെ പെയിന്റിങ് കഴിഞ്ഞു. പ്ലാറ്റിംഗ് ചെയ്ത് കിട്ടിയില്ല. ഇത് 500 ആണോ? അത് 500. പ്ലാറ്റിംഗ് ചെയ്ത് കിട്ടിയില്ല നട്ടും ബോൾട്ടും. അപ്പൊ അതിനു വേണ്ടി പെയിന്റിംഗ് ആണ് വണ്ടി. അതേപോലെ ഈ വണ്ടികളൊക്കെ റീസ്റ്റോറേഷൻ കൊണ്ടുവന്നത്? ഇതെല്ലാം റീസ്റ്റോറേഷൻ, എഞ്ചിൻ വർക്കിന്. ഇത് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ പുറത്തും കുറച്ച് വണ്ടികളുണ്ട് അല്ലേ? എനിക്ക് കുറച്ച് വണ്ടികളുണ്ട്. ഇവിടെ ഇതിന് വേറെ വണ്ടിയുണ്ട്. ഇവിടെ ഇതിപ്പോ ഒരു വണ്ടി ഡിസ്മാൻഡിൽ ചെയ്തിട്ടേക്കുന്നതാണ്. ഇത് കന്യാകുമാരി എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. അതിപ്പോ പെയിന്റിങ് കഴിഞ്ഞ് അതിന്റെ പാർട്സ് ആണ് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെയ്സ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പ്ലാറ്റിംഗ് കിട്ടാനുണ്ട്. പിന്നെ അവിടെ അത് വേറെ വണ്ടിയാണ്. അവിടെ സാരി കട കാണും. അതിന്റെ പ്ലാറ്റിംഗ് കിട്ടാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ ഓരോ വണ്ടി പെയിന്റിംഗ് ചേട്ടൻ്റെ ലൈൻ വരയ്ക്കാനുണ്ട്. ടാങ്ക് കൂടെ അടിച്ച് തന്നില്ല. ലൈൻ വരയ്ക്കാൻ കൊടുക്കണം. പിന്നെ ഇതൊക്കെ ബോക്സിൽ ഓരോ വണ്ടികൾ പൊളിച്ചിട്ടേക്കുന്നതിന്റെ പാർട്സ് ആക്കി മാറ്റി നമ്പർ എഴുതിയിട്ടേക്കുന്നതാണ്. മനസ്സിലാവോ ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് എഴുതിയിട്ടുണ്ട്. വണ്ടി നമ്പരും സ്ഥലപ്പേരും കണ്ട ഓരോ ബോക്സിലും എഴുതി മാറ്റിയിട്ടുണ്ട്. അത് ഒരിക്കലും മാറി പോകില്ല. അത് 2 മൂലയ്ക്ക് 4 മൂലയ്ക്കും ഉണ്ട്. ഇവിടെ ഉണ്ട്. നമ്മുടെ അല്ലേ റോയൽ എൻഫീൽഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം. അതാണ് ബുള്ളറ്റ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തത് ഇത് നമുക്ക് ശിവകുമാർ എന്നും പറഞ്ഞ ഒരു അങ്കിളിന്റെ വണ്ടിയാണ്. പുള്ളി ഇത് കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നു 6-7 മാസത്തിന് മേലെ. പുള്ളി നമ്മളെ സൗകര്യത്തിന് പണിതോ എന്ന് പറഞ്ഞിട്ട് പോയ വണ്ടിയാണ്. ഇതിപ്പം ഇന്നാണ് പെയിന്റിങ് കഴിഞ്ഞ് കൊണ്ടുവന്നത്. ഇപ്പം ലെയ്ത്തിലെ വർക്ക് കഴിഞ്ഞ് പ്ലേറ്റിംഗ് കൂടെ കിട്ടാനുണ്ട്. നമ്മുടെ സൗകര്യത്തിന് പണിഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 1 വർഷം നിങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ മതി. പുള്ളി ആദ്യമേ പറഞ്ഞു എമർജൻസി ഇല്ല. മനസ്സിലായി. ശിവകുമാർ നല്ല പരിചയമുള്ള പേരാണല്ലോ. ഇവിടെ അല്ല, പുള്ളി ലുലുമാളിന് അടുത്തുള്ളതാണ്. ഓക്കെ, ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് ടാങ്കിൽ പുട്ടിയിട്ട് കൊണ്ടുവന്നു. ടാങ്ക് ഒക്കെ മേടിച്ചു. അതിന്റെ പഴയ ടാങ്കാണ് അവിടെ ഇരിക്കുന്നത്. KBB 84-83 ബോക്സ്. മനസ്സിലായി. പുറത്ത് ഇതേപോലെ തന്നെ കുറച്ച് അധികം വണ്ടികൾ. ഇത് സ്പ്രോക്കറ്റ് മാറാനായിട്ട് കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞിരിക്കുന്നു. ആളെന്ന് വരും. ഇത് 2017 മോഡൽ 2019 മോഡൽ. ഈ ഒരു ഗ്രീൻ കളർ പണ്ട് അല്ലേ ഉണ്ടായിരുന്നു? 500 ആണ്. അത് മനസ്സിലായി. 500. പിന്നെ അത് അവിടെ ഇരിക്കുന്നത് വെഞ്ഞാറ മൂടുന്ന് കൊണ്ടുവന്നതാണ്. അതിൽ എഞ്ചിൻ വർക്ക് ഉണ്ട്. അവര് അവിടെ ഏതോ വർക്ക്ഷോപ്പിൽ കൊടുത്ത് എഞ്ചിൻ പണിത് 5 കിലോമീറ്റർ ഓടിയപ്പോൾ എഞ്ചിൻ വീണ്ടും നിന്നു എന്ന് അങ്ങനെ ചാക്കിലാക്കി കൊണ്ടുവന്നതാണ്. എഞ്ചിൻ ലേറ്റ് കൊടുത്തേക്കുന്നു. ഇത് നമ്മൾ ബോഡി നിർത്തി അടിച്ച വണ്ടിയാണ്. നമ്മൾ വീഡിയോ കാണിക്കാത്ത ജസ്റ്റ് ടാങ്കും ഇത് മാത്രം ഇളക്കി അടിച്ചതാണ്. ഇത് വർക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ചെറിയ കുറച്ച് പോളിഷും കാര്യങ്ങളൊക്കെ. മനസ്സിലായി. അതുപോലെ തന്നെ ഇതെല്ലാം റീസ്റ്റോർ ആണോ? ഇത് നമ്മുടെ അണ്ണന്റെ വണ്ടിയാണ്. പുള്ളി UK-ലാണ്. അപ്പൊ അതിപ്പോ ഏതാണ്ട് കുറച്ച് നാളുകൊണ്ട് ഓടിക്കാൻ വെച്ചേക്കാണ്. ഇനിയിപ്പോ റീസ്റ്റോർ ചെയ്യണം. അടുത്ത മാസം വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതും ടെസ്റ്റിന് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് തിരുവല്ലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഫുള്ള് വർക്ക് ചെയ്യാനായിട്ട്. പത്തനംതിട്ട തിരുവല്ല. എഞ്ചിൻ വർക്ക് ഫുള്ള് വണ്ടി പണിയുണ്ട്. റീസ്റ്റോർ ഇല്ലാതെ? അതെ തന്നെ, ഫുൾ റീസ്റ്റോറേഷൻ. അപ്പുറത്തേക്ക് നമ്മളെ അണ്ണന്റെ വണ്ടി. ഇതിപ്പോ എഞ്ചിൻ പണി കഴിഞ്ഞതാണ്. ഇതല്ലേ വൈകിട്ട് ആള് വരും. പിന്നെ ഇത് റീസ്റ്റോറേഷന് വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. ഇതിപ്പോ ഉടനെ വർക്ക് തുടങ്ങും. ഇത് ഫുള്ള് വെച്ച് ഒരു പരിവായി വണ്ടി ഇറക്കും. കണ്ടീഷൻ ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മോനൊന്ന് കാണിച്ചു കൊടുക്കുക. നല്ല രീതിക്ക് ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കുവാണ് കേട്ടാ. ഇത് ഓടിക്കാതെ എങ്ങാണ്ട് വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അതെ. എന്തായാലും അടിപൊളി സെറ്റപ്പ് ആക്കി കൊടുക്കും. സംശയമില്ല. ഇതും 500 ആണ്. ഇത് 500. ഇത് സർവീസിന് കൊണ്ടുവന്നതാണ്. ഈ വണ്ടി സർവീസിന് കൊണ്ടുവന്നതാണ്. ഇത് 2 റീസ്റ്റോറേഷൻ കൊണ്ടുവന്നതാണ്. 350 സ്റ്റാൻഡേർഡ് 350 രണ്ട് പഴയ വണ്ടികളല്ലേ? പഴയ വണ്ടികൾ. പിന്നെ അതല്ലാണ്ട് അവിടെ മതിലിനകത്ത് വണ്ടികൾ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനും ഇപ്പം
ഇച്ചിരി തിരക്കായതുകൊണ്ട് പിന്നെ ഓണം കഴിഞ്ഞിട്ട് റീസ്റ്റോറേഷൻ വണ്ടി എടുക്കാം എന്നുള്ള രീതിയിൽ കാര്യം ഇത്രയും വണ്ടികൾ അതുകൊണ്ട് വണ്ടി എടുക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നമുക്ക് ടെസ്റ്റ് വർക്ക് ആണെങ്കിൽ മാത്രം ഓണം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും, ബാക്കി എല്ലാ പണിയും നമുക്ക് ചെയ്ത് കൊടുക്കാം. കാര്യം ഇതിനിടയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായി കൊടുക്കാൻ പറ്റില്ല. ഇനി ഒരു മാസേ ഉള്ളൂ, ഇതെല്ലാം കഴിഞ്ഞ് കിട്ടും. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റാഫ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മാൻ പവർ കുറവാണ്. ഇടയ്ക്ക് ഒരു മെക്കാനിക് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിയുടെ വർക്കിൽ ഞാനൊട്ട് സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ മാത്രമല്ല, നമ്മൾ 3 പേരും. മനസ്സിലായി. പിന്നെ അത് ഒരുപാട് ചാൻസ് കൊടുത്തുവെങ്കിലും വണ്ടി വീണ്ടും കംപ്ലൈന്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പുള്ളി ഒഴിവാക്കിയതാണ്. അപ്പൊ എന്തായാലും സ്റ്റാഫിനെ നോക്കുന്നുണ്ട്, ഒരു 1-2 പേരെ നോക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും നമ്മൾ അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണോ നോക്കുന്നത്, അതല്ല ഇതുപോലെ മോനിനെ പോലുള്ളവർ? പിന്നെ അങ്ങനെ ആയാലും കുഴപ്പമില്ല, നമുക്ക് ആളിനെ. അതായത് ഒന്നും അറിയാത്ത ഒരാൾ വന്ന് എങ്ങനെയായിരിക്കും? അതല്ല, ഇനി അതല്ല, കുറച്ചൊക്കെ അറിയാവുന്ന ഒരാൾ വരുന്നോ? നമുക്കൊരു ഒന്നും അറിയാത്ത ഒരാൾ വന്നപ്പോൾ മോനും അങ്ങനെ വന്നതാണ്, പക്ഷെ പഠിപ്പിച്ചെടുക്കാൻ ടൈം എടുക്കും. അതെ, പക്ഷെ ഇനി അത് വന്നു കഴിഞ്ഞാൽ അത്ര പോസിബിൾ ആയിരിക്കും, കാര്യം ഇതിനിടയ്ക്ക് നടക്കൂല. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊരു പകുതി രീതിയിലെങ്കിലും വർക്ക് അറിയാം, സർവീസ് വർക്കും കാര്യങ്ങളെങ്കിലും അറിയാവുന്ന ഒരാളാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ റോയൽ എൻഫീൽഡിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക് ആണെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഷിജിനെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയതാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെയും കോൺടാക്ട് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഷിജിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ അല്ല, അത് ഞാനിതിപ്പോൾ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, കുറേ കൂട്ടുകാർ പറഞ്ഞ കാര്യമാണ്. ഷിജിൻ കോൾ എടുക്കുന്ന കാര്യം പറയാനുണ്ട്. നമ്മളെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇടയ്ക്ക് മെസ്സേജ് 2-3 ദിവസം, ചിലപ്പോൾ മാക്സിമം ഒരാഴ്ച അതിനകത്ത് റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിച്ചും എൻജിൻ വർക്കിന് റീസ്റ്റോറേഷനൊക്കെ വേണ്ടിയിട്ട് പല കംപ്ലൈൻറ്റിനായിട്ട് മെസ്സേജ് അയച്ച ചാറ്റും വാട്സപ്പ് കോളും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഫോൺ പൊട്ടിപ്പോയി, കംപ്ലീറ്റ് ഡാറ്റയും പോയി, ഫോൺ കംപ്ലീറ്റ് ടോട്ടൽ ലോസ് ആയിപ്പോയി, അതിൽ എല്ലാ ഡേറ്റാസും പോയി. അപ്പോൾ പലർക്കും ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, ഞാൻ കടയിൽ സ്ഥലം അയച്ചു തരാം, എസ്റ്റിമേറ്റ് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും ക്ഷമിക്കാൻ, ഞാൻ റിപ്ലൈ തരാത്തതല്ല, എൻ്റെ ഫോൺ പോയി, ചാറ്റ് എല്ലാം പോയി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് കാര്യം പ്രത്യേകിച്ച് പറയാനായിട്ട് 2 ദിവസമായിട്ട് 2 പേര് എന്നെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ ലൊക്കേഷൻ അയച്ചു തരാന്നുണ്ട്, ഇത്ര ദിവസമായി, നിങ്ങൾക്ക് വണ്ടി വേണ്ടേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ചേട്ടാ ഫോൺ പൊട്ടിപ്പോയി, എല്ലാം കുളമായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയണത്. എന്തായാലും ഈ ലൊക്കേഷൻ ചോദിക്കുന്നവർക്ക് ഞാൻ ഓൾറെഡി ഇപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കിടക്കാമെന്ന് സെർച്ച് ചെയ്യാൽ ഷിജിൻ്റെ വർക്ക്ഷോപ്പ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുവരാവേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ, അത് വേറെ ഒന്നും ഇല്ല. വേറെ ഒന്നുമില്ല, ചിലർ വിചാരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ള ചിന്ത വരും. അപ്പോൾ കാര്യം ചാറ്റ് പോയി, ചാറ്റ് അത്രേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടി ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രമേ മിക്ക ആൾക്കാരും നമ്പർ സേവ് ആക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല നമ്പർ സേവ് അല്ലായിരുന്നു. ഒരു പുള്ളി ഒരു 5-6 തവണ എന്നെ വിളിച്ച് ലൊക്കേഷൻ ഒന്ന് ഇട്ടേക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ആരാണെന്ന് അറിയാൻ വയ്യ, എല്ലാം പോയി. ഓക്കെ. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഒന്നുകൂടി മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ബുള്ളറ്റ് സോണിൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത്. ഇനിയും റീസ്റ്റോർ എന്താ പറയുക അല്ലേ, വണ്ടികൾ ആവശ്യം പോലെ ഉണ്ട്. പണികൾ എന്തായാലും പെയിന്റിങ്ങിനും ഇതൊക്കെ പോയിട്ടില്ല, ഓക്കെ. അതിന്റെ സാധനങ്ങളാണ് ഓരോ ബോക്സിലായിട്ട് ഓരോ മുന്നിലായിട്ട് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും റീസ്റ്റോറേഷൻ വീഡിയോസ് തന്നെ ഉടനെ നിങ്ങൾ നമ്മുടെ ചാനലിൽ വീണ്ടും കണ്ടു തുടങ്ങും. ഇപ്പോൾ കുറച്ച് തിരക്കുകളായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണാത്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കൂടുതൽ ആൾക്കാരും കാണാത്തൊരു കാര്യമാണ് ഷിജിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം എന്താ പറയുക, പണ്ടെന്ന് പറയുന്നത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഇവിടെ കൂടെ എക്സ്പാൻഡ് ചെയ്തെന്ന് വെച്ചാൽ വണ്ടികൾ കൂടുതൽ വന്നപ്പോഴത്തേക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് അതെ, കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം എന്തായാലും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷിജിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.